ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. വീണ്ടും ഞാൻ കോയമ്പത്തൂരെത്തിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഷിയാബ് വരുന്നുണ്ട്. ഷിയാബിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അതാ ഇരിക്കുന്ന അവിടെ തന്നെ ഉണ്ടല്ലോ, ഫ്രണ്ട് തന്നെ. വെരി വെരി ലോ വിളിച്ചില്ലേ? നമ്മൾ കണ്ടു എത്രയായി? 3 മാസമല്ലേ? 3 മാസത്തിന് ശേഷം ദുബായൊക്കെ വിസിറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് വന്നേ. PRP എടുത്തിട്ടില്ല, അപ്പൊ ഇപ്രാവശ്യം PRP എടുക്കാൻ വേണ്ടിട്ട് പോയത് ജനുവരിയിലോ പോയത്? ദുബായിക്ക് ജനുവരി പോയി. അവിടെ എങ്ങനെ ഉണ്ട് അത് ചോദിക്കണം. അവിടെ കുറച്ച് കാലാവസ്ഥയും അവിടുത്തെ വെള്ളം ഞാൻ മിനറൽ വാട്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനറൽ വാട്ടർ കുപ്പിയുള്ളോ? നല്ല പൈസ കിട്ടുന്ന പോലോ? ഇല്ല, നമുക്ക് അവിടെ റൂമിൽ വെള്ളം കൊണ്ടുവരും. അപ്പൊ അതിന് വലിയ ക്യാനിലേക്ക് അല്ലേ? വലിയ ക്യാനിന്ന് കുപ്പിയിലാക്കിയിട്ട് 2 റിയാലുള്ള 2 റിയാലോ? എത്ര റിയാല്? 2 റിയാല്. ഫുൾ ബോട്ടിൽ വലിയ 5-10 ബോട്ടിലല്ലേ? 2 റിയാല്. അത് മതി. അപ്പൊ അതൊക്കെ അങ്ങനെ വരും അല്ലേ? അതൊക്കെ നമുക്ക് ജേഴ്സി എടുക്കണം. ഇത് കഴിഞ്ഞില്ലേ? PRP കഴിഞ്ഞില്ലേ? നോട്ടെ അവിടെ മുടി നോക്കട്ടെ. PRP കഴിഞ്ഞ് കുത്തുണ്ടോ? കുത്തുണ്ടെങ്കിൽ സൂചിന്റെ പാർന്ന് കാണാമല്ലോ. ചെയ്തിട്ടില്ല ഈ സൂചിന്റെ പാർന്ന് കാണാമല്ലോ. ചെയ്തിട്ടില്ല. PRP കഴിഞ്ഞു. സെറ്റായിട്ട് മുടി ഫ്രണ്ടൊക്കെ കണ്ടാവുക. ഒരാളെ കണ്ടില്ലേ നമ്മൾ നിലമ്പൂരിന്ന് ഒരാളെ കണ്ട. അയാൾ ചെയ്ത് 3 വർഷം മുമ്പ് ചെയ്തല്ലേ? അയാള് 3 വർഷം മുമ്പ് ചെയ്താന്ന് പറഞ്ഞേ. 3 വർഷം മുമ്പ് ചെയ്തിട്ട് തീരെ പക്ഷെ 3 മാസമായ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ കഴിഞ്ഞിട്ട് വരുന്ന ടൈമില്ലേ വന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ പുള്ളി 3 വർഷം ചെയ്തിട്ട് നിലമ്പൂരിൽ നിന്നാണ് ചെയ്തത്. പക്ഷെ ഒട്ടും തിക്കുമില്ല, വെച്ച ഗ്രാഫ്റ്റ് എല്ലാം പോയി. ഗച്ചതല്ലേ പോയതാകുമ്പോ അയാൾക്ക് ഇവിടെ ഗ്രാഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ മാപ്പിട്ട് കയറി പോയായിരുന്നു. കാരണം ഇവര് പിന്നെ GFC PRP ഒന്നും എടുക്കായിട്ട് അത് നമ്മൾ കയറി കണ്ടോ. അല്ലെങ്കിൽ മാപ്പിട്ട് പോകില്ല. നമ്മതില് ബാക്കിയുള്ള കൂടി നമ്മളെല്ലാം നോക്കണം. വെച്ചത് കൊഴിഞ്ഞാളോ വെച്ചപ്പോൾ എത്ര തിക്നെസ് ഉള്ളൂ. പക്ഷെ പുള്ളി PRP എടുത്തിട്ടില്ല എന്നും പറഞ്ഞു. PRP ഒട്ടും എടുത്തിട്ടില്ല. അവരോടും ചോദിച്ചേക്കും വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. വീഡിയോ എടുക്കുന്നു വിറ്റുണ്ട്. ഇപ്പം വീഡിയോ എടുത്താണോ? വീഡിയോ എടുത്ത് നോക്കട്ടെ ഒരു വീഡിയോ എടുത്താണ്ടേ പിന്നെ പിടിച്ച് അവിടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ചങ്ങായി ഇവിടെ. പക്ഷെ സൗണ്ട് ഇല്ല. അപ്പൊ മെനക്കെട്ട് നമ്മളെ പിടിച്ചാണ് വീഡിയോ ഒക്കെ എടുത്തതാണ്. വലിയ വില കൂടിയ മൈക്കൊക്കെ ഉണ്ട് ഇവിടെ. നോക്കട്ടെ വില കൂടിയ മൈക്കൊക്കെ കുത്തിൻ്റെ അടുത്ത് മൈക്കൊക്കെ നമുക്ക് മൈക്ക് വെച്ച് നിൽക്കാറ്. വീഡിയോ എടുത്തു. പക്ഷെ ഓഡിയോ ഇല്ല. വീഡിയോ നല്ല ക്വാളിറ്റി കിട്ടിനി. പക്ഷെ ഓഡിയോ അല്ല. രണ്ടാമത്തെ ഇന്റർവ്യൂ വരും. വേറെ രണ്ടാമത്തെ തരുന്നുണ്ട് ഇന്റർവ്യൂ. ഒന്നാമത്തെ കൊടുത്ത് കൊള്ളാനായിട്ട് രണ്ടാമത്തെ ഇന്റർവ്യൂ ആയിട്ട് തരുന്നത്. ഇതിന് പേയ്മെന്റ് കണ്ടിരിച്ചു. രണ്ടാമത്തെ വീഡിയോ എടുത്തിട്ടുണ്ടോ? രണ്ടാമത്തെ വീഡിയോ നോക്കി നോക്കട്ടെ. മുതലായി 2 ഇന്റർവ്യൂ കിട്ടിയെങ്കിൽ അതിലുള്ളു പോയേക്കാം. ബാക്കി ഷിയാബിന് വേറെ പരിപാടി ഉണ്ട്. നമുക്ക് കൂടെ ഇത് ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടേക്കാം. തന്നെ ക്ലോത്തിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇവിടുന്ന് ഒരാളെ കൂടി പരിചയമായി മീൻസ് മുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് മറുപടി എടുത്തില്ല ചീത്തറാണ്. നമ്മൾ ഇതാണ് ആള്. ഹായ് എന്താ പേര്? വൈശാഖ് അല്ലേ? ഈ സംഭവങ്ങൾ ഇൻസ്റ്റ മെസ്സേജ് കണ്ടിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ ഞാൻ വരുന്നതിന് മുമ്പ് ഷിയാബ് എത്തില്ല. അത് വേറെ രസമുണ്ട്. ഷിയാബ് ഞങ്ങൾ രാവിലെ നേരത്തെ വരാറുണ്ട്. 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു ഷിയാബിനോട്. കാരണം അവന് പോകാനുള്ളതുകൊണ്ട് ഞാൻ അലാറൊക്കെ വെച്ചു. അലാറം അടിച്ചില്ല. ഷിയാബ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ വിളിച്ചപ്പോഴാണ് ഞാൻ എണീച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി 4 മണിക്ക് വിളിച്ചപ്പോൾ സപ്പന് ഉറക്കത്തിന് ഇവൻ 6 മണിക്ക് പാലക്കാട് നിൽക്കാന്ന് പറഞ്ഞവനാണ്. എന്നിട്ട് ഇവൻ ലേറ്റായി. ഓടി വന്ന് ഏതായാലും ഇവിടെ 10 ആയപ്പോൾ എത്തി. അപ്പം മുമ്പ് കിട്ടി. അപ്പോൾ അല്ല, ഞാൻ ബസ്സിൽ വരുമായിരുന്നു. ബസ്സിൽ വരുമ്പോൾ മറ്റേ തൊട്ടിപ്പാളയം പിരിവെന്ന് ടിക്കറ്റ് എടുക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ HNS ആണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ കാണാറുണ്ട്, സഫാൻ്റെ കൂടെ അല്ലേന്ന് വെച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ സഫാന് മെസ്സേജ് അയച്ചിട്ട് സഫാൻ റിപ്ലൈ ഇല്ല എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. കണ്ടില്ല. അപ്പോൾ തന്നെ സഫാനെ വിളിച്ച് ചോദിച്ചു ഇന്നലെ എന്താണ്. അപ്പോൾ സഫാൻ എന്നിട്ട് മെസ്സേജ് കണ്ടിട്ടില്ല. എന്നാൽ പുള്ളിയുടെ ഒരു ഹായ് ഇടാൻ പറഞ്ഞ ശേഷമാണ് സഫാൻ 2 മെസ്സേജ് പുള്ളിയുടെ വോയിസ് മെസ്സേജ് ഞങ്ങൾ കണ്ടുമുട്ടി. ഇവിടുന്ന് ചെന്നൈന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. തിരക്കുള്ളതല്ല കാണാത്തൊന്നും വേറെ ഇതല്ല. നിങ്ങൾ ഇന്ന് ചെയ്യാമല്ലോ? നിങ്ങൾ ചെയ്യാമെന്നാണ് ഗ്രാഫ്റ്റ് ഇപ്പൊ പറഞ്ഞത് 4000 ഗ്രാഫ്റ്റ് ആണ് പറഞ്ഞത്. ഈ ഫ്രണ്ടും പിന്നെ ടോപ്പും ആണ്. ടോപ്പും ചെയ്യാം. ഒറ്റ സെറ്റ് ചെയ്യോ? അത് ചിലപ്പോ രാത്രി പിന്നെ നാളെ രാവിലെ 2 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ഫുള്ള് അടിപൊളി ചെയ്യുമല്ലേ? അതെ. കണ്ടോ നമുക്ക് കുറച്ച് അടുത്ത PRP ഒക്കെ വരുമ്പോൾ കാണുമ്പോൾ എടുക്കുക. ഇതിലാണ് 4000 ഗ്രാഫ്റ്റ് ആണ്. ഫ്രണ്ട് ഇങ്ങനത് കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ തോന്നുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോഴേ കുറച്ചൊക്കെ മുടിയുണ്ട്. ആ മോൾ ഏരിയ നിങ്ങൾ പോയിക്കണേ.
അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു ഫ്രണ്ട് ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടപ്പോൾ 4000 ക്രാഫ്റ്റ് ഓൾ ദ ബെസ്റ്റ്. സൂചി വെച്ചില്ലേ? സ്പെക്ക് പോയി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ ഇത് അലർജിക്കുള്ളതാണ്. ചൊറിച്ചിലൊന്നുമില്ലല്ലോ? ഇല്ല ചൊറിച്ചിലൊന്നുമില്ല. കയറ്റും 11:45 2 റിസൾട്ട് മുമ്പിൽ നിൽക്കുന്ന 10 മാസം റിസൾട്ട് നിൽക്കുന്നത്. രണ്ടുപേരാണ് നമ്മുടെ മോട്ടിവേഷൻ. തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ എല്ലാരും ചെയ്യട്ടോ, ട്രാൻസ്പാരന്റ് ചെയ്യോ, ഒന്നും ചെയ്യാ. പൈസ ഉള്ളവർക്ക് നാട്ടൊന്നും ചെയ്യുന്നേ, ഇങ്ങോട്ട് വണ്ടി പൈസ പിന്നെ ഇത് കേട്ടോ തിക്നെസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. മറ്റേ നാട്ടിൽ നിന്ന് ചെയ്ത ഒരാളറിയില്ലേ, അയാളെ വീഡിയോ എടുക്കാൻ അയക്കുന്നത് അയാൾ തിക്നെസ് കുറവാണ്, നല്ല തിക്കായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഏതായാലും ഇങ്ങനെ കുറെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഡോക്ടർ ഒരു ഇന്റർവ്യൂ കാര്യത്തിൽ ഗൾഫിൽ പോയതിന്റെ അനുഭവം, ഗൾഫിൽ പോയ അനുഭവം അവന്റെ ചാനലിൽ വരുന്നുണ്ട്. നോക്കറോ. എന്തായാലും മുടിയൊക്കെ സെറ്റ് ആയിട്ട് നമുക്ക് കാണണം. ഞാൻ ഇവിടെ വരുമ്പോഴേ ട്രെയിന് തിരിച്ചോളം കരുതും. 1:50 ട്രെയിൻ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പരിപാടി തീർന്നില്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടാവും. പരിചയമുള്ള മീൻസ് യൂട്യൂബ് കണ്ടുകൊണ്ട് വരിക. അപ്പോൾ ഓർക്ക് കുറേ സംശയം ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളെ ട്രെയിനും പോകും, കുഴപ്പമില്ല. ഇവിടെ വരുമ്പോ എന്താ ഒരു സെലിബ്രിറ്റി ലെവലാണ് കാണുമ്പോ ത്രില്ലടോ. ഓരോരുത്തർ സൂപ്പറേ ഷിയാബ് ചോദിച്ചുമ്പോളേ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരുന്ന പറയുമ്പോ ഒരു വേറെ രസട്ടോ, ഒരു സന്തോഷം, സത്യം ഒരു സുഖം മനസ്സിക്ക്. എന്നാലും എല്ലാവർക്കും കഴിച്ചിട്ടാട്ടെ. ഇത്രയും ആൾക്കാർ ഇറങ്ങിയാലല്ലേ വീട് സംഭവം മുതലാണ്. നമുക്ക് വീടിട്ടിട്ട് കുറെ ആൾക്കാർ കണ്ടു, കുറെ ആൾക്കാർ ചെയ്തു, പേടിച്ചൊന്നുമല്ലോ. ഇവിടുന്നല്ല ഇവിടുന്ന് അല്ലെ പല ക്ലിനിക്കൊന്നും ചെയ്തവരുണ്ട് നമുക്ക്. ഇവിടുന്നല്ല പല ക്ലിനിക്കൊന്നും ചെയ്താണ് നമുക്ക് മെസ്സേജ് അയക്കലുണ്ട്. കാരണം ഞാൻ ചെയ്യണോ ചെയ്യേണ്ടത് ചിക്കന് നിങ്ങളത് കണ്ടപ്പോഴാണ് ധൈര്യം ചെയ്ത് തരണേ. എത്ര ധൈര്യം ഉണ്ട് നമ്മുടെ വീഡിയോ. പിന്നല്ലാതെ നമ്മുടെ റിസൾട്ട് മാത്രം സത്യം അതാണ്, നല്ല റിസൾട്ട് ഉണ്ട്. അതന്നെ മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിറങ്ങിയതാ മുമ്പില് ബസ് സ്റ്റോപ്പ്. വീണ്ടും ഗാന്ധിപുരം ടു പാലക്കാട് ടു മലപ്പുറം അങ്ങനെ പരിപാടി. ഇവിടുന്ന് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് ഇവിടുന്ന് വേണ്ട, ഇവിടുത്തെ ഫുഡ് നമുക്ക് ഗാന്ധിപുരം വരും. തമിഴ്നാട് സാർഭാഗ മഴ പെയ്തു പോണ പിന്നെ അത്രയും വർക്ക് ബീറ്റാവേ. പുതിയ സോഫ്റ്റ്വെയർ കേസാണത്. ഇനി പക്ക വീഡിയോസ് കണ്ടോ ചെയ്യാൻ വേണ്ടി വരിക. ക്യാപ്കട്ട് പ്രോ തന്നെ ചെയ്തു. ഞങ്ങൾ കോയമ്പത്തൂരിലെ മഴയും ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇന്നാളെ നമ്മൾ ബസ് എടുത്തില്ലേ, അതേ സ്ഥലത്ത് തന്നെയാണ് ഒന്നും ബസ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഗാന്ധിപുരം സ്റ്റാൻഡിലേക്ക് നടക്കട്ടോ. ഇവിടുന്ന് ഫുഡ് കഴിക്കണം. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. നമ്മൾ ഇന്നാളെ കഴിച്ചില്ലേ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് നല്ലൊരു അടിപൊളി വലിയ ഹോട്ടലുണ്ട്. അവിടുന്ന് കഴിക്കാം. സ്റ്റാൻഡ് ഹോട്ടൽ, പോലീസ് സ്റ്റേഷൻ. ഇതല്ല അത് ഹോട്ടലല്ല, അത് പോലീസ് സ്റ്റേഷൻ. ഇവിടെ വണ്ടി വരുന്നുണ്ട്. സ്റ്റാൻഡ് എത്തിയിട്ട് ഞങ്ങൾ നടന്നേ. എന്താ ഷാബൻ കഴിക്കാൻ വേണ്ടത്? അരവിൻ്റെ മെനു ബുക്ക് നിനക്ക് തന്നിരിക്കുകയാണ്. എനിക്ക് വേണ്ടത് ഓർഡർ ചെയ്യും. എനിക്ക് വേണ്ടതാ വനില സ്ട്രോബെറി ബിരിയാണി. ബിരിയാണിയാ? ഇവിടുത്തെ ബിരിയാണി ഉണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് നമ്മൾ ഊട്ടിക്ക് പോയില്ലേ ട്രിപ്പ് ബൈക്കുമ്മേ, അന്ന് കഴിച്ച ബിരിയാണി കേട്ടോ. കറിയൊക്കെ പറഞ്ഞാണ്ട് അപ്പം നല്ല ചിക്കൻ പീസ് ഉണ്ട്, മുട്ട ഉണ്ട്, സെറ്റാണ്. നമ്മൾ രസമല്ലാമോ? പുറത്തിന് വീട്ടിലുണ്ടാവുന്നു. പത്രത്തിൽ ഒന്നിന് 10 റുപ്യ, ബിരിയാണിക്ക് 200 റുപ്യ. പിന്നെ കൊക്കക്കോളക്ക് എത്ര? 66 റുപ്യ. പിന്നെ GST SDST GST ഒക്കെ കൂടെ കൂട്ടിയിട്ട് 510 റുപ്പീസ്. അങ്ങനെ വീണ്ടും മഴ, നല്ല മഴ കേട്ടോ. നമ്മൾ ഓപ്പോസിറ്റ് ആ ടൗൺ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗ് നിന്നാണ് ഫുഡ് കഴിച്ച്. ഇന്നാൾ പറഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ നിങ്ങളോട് ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ മതി പറഞ്ഞു. ഫുഡ് കുഴപ്പമില്ല, പെരും വില ആകെപ്പെട്ട്. ബിരിയാണി ഓർഡർ ആയിട്ട് 510 റുപ്യ ആകെ ചടിച്ച്. ഇന്നാള് ചോറ് വെച്ചപ്പോൾ വലിയ പൈസ ഒന്നുമില്ല, നോർമൽ റേറ്റ്. സർവീസ് നല്ലതല്ല. സർവീസ് അയാൾ കുറച്ച് ചൂടായി, പ്രശ്നമായി ആകെ. ഞാൻ ഇപ്പോൾ തച്ചു വരുത്തി. ഓൺ ട്രെയിനിൻ്റെ പോണേ. ഞാൻ നേരെ KSRTC കയറി. KSRTC നടന്ന് കായംകുളം ബസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കയറി നേരെ പാലക്കാടെത്താം. എന്നാൽ വൈകുന്നേരം മുതൽ പരിക്കടത്താം. ഷിയാബ് വെറുതെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോയി. ഇവിടെ KSRTC ഇതിന് മുമ്പ് കൂടെ പോണ് പ്രൈവറ്റ് ബസ് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ബസ് അത് മഹങ്കൊണ്ട് പോയത്. ഇതിലുണ്ടാക്കാം കോയമ്പത്തൂരങ്ങാടിൻ്റെ അവസ്ഥയിൽ ഒരു ചെറിയ മഴയില്ല, ഒരു ഫുള്ള് വെള്ളം റോഡിലൊക്കെ. ഇത് സിഗ്നലൊക്കെ ഫുള്ള് വെള്ളമാണ്, വണ്ടിയും ബ്ലോക്കായി. മുകളിൽ റെയിൽപാളം അതൊക്കെ ട്രെയിൻ പോയി. ഭായിമാരൊക്കെ മറ്റേ കടലിൽ തിരമാല ഉള്ളവർ ഇങ്ങനെ കാളിവെള്ളത്തൊക്കെ നോക്കി നിൽക്കണം. അങ്ങോട്ട് കൂടെ പോകാം. ഓരോ വണ്ടിയും പോയി ചേരങ്ങനെ തീർച്ചയായിട്ടും കളി നോക്കിയത്. ഗായ്സ് നമ്മളങ്ങനെ മലപ്പുറം ഇറങ്ങിട്ടോ. പെരും മഴ ഇവിടെ. കോയമ്പത്തൂരിൽ കണ്ട അതേ മഴ ഇവിടെ ഉണ്ട്. അതേ മഴയല്ല, അതിലാറ് മഴ ഉണ്ട് ഇവിടെ. വണ്ടി കുറച്ച് അവിടെ അടിയിൽ താഴത്ത് നിർത്തിയിട്ടുള്ളൂ. അതിന് വേറൊരു കഥ പറയാണ്ട്, ഞാൻ പാലക്കാട്ട് ഇറങ്ങിയാണ്ടേ നോക്കുമ്പോൾ ടിക്കറ്റിൽ പൈസ ഒന്നുമില്ല. മീൻസ് ഞാൻ ടിക്കറ്റ് വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് 62 റുപ്യാണ്. അതിൽ
100 കൊടുത്തു. അയാൾ ബാക്കി പിന്നെ തരാറുണ്ട്. ഇൻ്റെ അടുത്ത് ചില്ലറ 12 ഇല്ല, അയാളടുത്തില്ല. അയാൾ 50 നീട്ടി ചില്ലറണം കയറ്റിട്ടുണ്ട്. അങ്ങനെ ചില്ലറല്ല. എന്നിട്ട് അതായത് നിങ്ങളോട് പറയുകയാണെങ്കിൽ സംഭവം വിറ്റാണ്, പൈസ മറന്ന്. പിന്നത്തെ കാട്ടിൻ്റെ അറിയില്ല. ഞാനിങ്ങനെ പാലക്കാട് നിന്ന് കോഴിക്കോട് ബസ് കയറാന്നപ്പോൾ ഓർമ്മ എന്ന് വെച്ച് ഞാൻ എന്നിട്ട് അവിടെ ഡിപ്പോയിൽ പോയി അന്വേഷണങ്ങൾ അറിയുന്നുണ്ട്. അതിൽ പോയി ചോദിച്ചു ഇതൊക്കെ കാട്ടാണ്, ടിക്കറ്റ് കാണിച്ചു കൊടുത്ത്. അതുപോലെ എന്താക്കി ബസ് കൊടുക്കുകയാണ്, സ്ഥലം മറന്ന്. അതുപോലെ അവിടുത്തെ ഡിപ്പോത്തെ നമ്പർ എന്താണെന്നു അവിടെ ചോദിച്ചാൽ മതി, കണ്ടക്ടർ നമ്പർ ഇട്ടും പറഞ്ഞു. ഞാൻ അവിടെ വിളിച്ച് ചോദിച്ച് കണ്ടക്ടർ നമ്പർ ഇട്ട്, കണ്ടക്ടർ ഫോൺ വിളിച്ച് കണ്ടക്ടറോട് പറഞ്ഞ കാര്യം എന്താ ഇങ്ങനെ പൈസ ഒന്നുമില്ല. മൂപ്പർക്ക് മനസ്സിലായി സംഭവം. ലാസ്റ്റ് ഗൂഗിൾ പേ തരാമെന്ന് പറഞ്ഞിട്ടോ. 18 റുപ്യയുള്ള കേസ്. അപ്പോൾ അതേമാതിരി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ KSRTC നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയും. പ്രൈവറ്റ് ബസ് ആകുമ്പോൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ കഴിയാറില്ല. KSRTC ആകുമ്പോൾ നമ്മളെ പോകുന്ന ആ ടൈമിലൊക്കെയാണ് കിട്ടുക കാരണം. അപ്പോൾ അങ്ങനെ ആ പൈസ കിട്ടി. അത് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്തിട്ടോ. ഞാൻ എന്താ വണ്ടീൻ്റെ കിട്ടി ഓല ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. ആകെ മഴത്ത് കുളിച്ച് നിൽക്കുന്നു പോലെ. പച്ച പയതായിക്കണോ അവിടെ ഉണ്ടാകുന്ന വണ്ടി നൊക്കെ അതേപോലെ തന്നെ. അത്രയാണ് എൻ്റെ കോയമ്പത്തൂർ ട്രിപ്പിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ബൈ ബൈ.